ഇനി അടുത്ത ഒരു ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് വോളിയം. നമുക്ക് ഇതിൽ തന്നെ വോളിയം എടുക്കാം. വോളിയം എന്നുള്ളത് ഇവിടെ വോളിയം എടുത്തപ്പോ ഇവിടെ വന്നു. ഈ വോളിയം വന്നു, അതോടൊപ്പം തന്നെ ഇവിടെ വോളിയം SMA എന്ന് പറഞ്ഞിട്ട് വന്നു. അതായത് വോളിയം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു സ്റ്റോക്കിന് ലിക്വിഡിറ്റി ഉണ്ടോ, സ്റ്റോക്കിന്റെ അപ്മൂവ് സസ്റ്റെയിൻ ചെയ്യും, ഇതിനൊക്കെ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് വോളിയം ഇൻഡിക്കേറ്റർ. ഇതാണ് ബാറുകൾ ബ്ലൂ കളർ, റെഡിന് റെഡ് കളർ. അത് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഓരോ ഇത് കണ്ടോ, ഇവിടെ നോക്കി, ഇവിടെ ഗ്യാപ് ഡൗൺ ആകുമ്പോ എത്ര വലിയ ബാറെന്ന് നോക്കി, അതിനർത്ഥം അത് സ്ട്രോങ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ആ ഡൗൺ ട്രെൻഡ് എത്ര നാളത് കണ്ടിന്യൂ ചെയ്തിരുന്നു? കഴിഞ്ഞ ഓഗസ്റ്റ് തൊട്ട് ഇത്രയും നാളത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോങ് ഡൗൺ മൂവ് അല്ലെങ്കിൽ അപ്പ് മൂവില് വിത്ത് വോളിയം ബാർ ഹൈറ്റ് കമ്പയർ ടു ഈ ഹൈറ്റിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ടോളസ്റ്റ് അല്ല, ഇതും ടോളാണ്. ഇത്രയും ആയിട്ടുള്ള ബാർ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് അതിന്റെ സ്ട്രെങ്ത് ആണ്. അതായത് ബുള്ളിഷ്നെസ് ആവാം, ബെയറിഷ്നെസ് ആവാം. അപ്പൊ ഇത് കണ്ട് ഇവിടെ SMA നമ്മള് നേരത്തെ ആവറേജ് നോക്കിയ, ആവറേജ് അല്ലെങ്കിൽ EMA നോക്കിയ പോലെ വോളിയത്തിലും ഞാൻ പറഞ്ഞു, വോളിയം കമ്പയർ ടു പ്രീവിയസ് 2 വീക്സ് അല്ലെങ്കിൽ പ്രീവിയസ് 1 മന്തിനേക്കാളും ഹൈ ആണെങ്കിൽ അപ്പൊ അതെങ്ങനെ നോക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് എടുത്ത്, അപ്പൊ വോളിയം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ആവറേജും കൂടി വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇപ്പൊ 20 എന്ന് പറയുന്നത് 20 ഡേയ്സ് കണ്ടോ. നമ്മളിവിടെ സ്റ്റൈലില് വോളിയം എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ കളറ് മാറ്റി കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ വോളിയം സ്റ്റൈൽ എടുത്തിട്ട് വോളിയം എന്നുള്ളത് ടിക്ക് ചെയ്താലാണ് ആ ലൈൻ വരുള്ളൂ. എന്നിട്ട് നമുക്കിവിടെ ഓക്കെ കൊടുക്കാം. കണ്ടോ. അപ്പൊ ഈ ലൈനാണ് മൂവിങ് ആവറേജ് കാണിക്കുന്നത്. അതായത് വോളിയത്തിന്റെ ആവറേജ്, അതായത് കഴിഞ്ഞ ഇതിന്റെ നമ്മൾ EMA എടുക്കില്ലേ, പ്രൈസിന്റെ EMA അല്ലെങ്കിൽ മൂവിങ് ആവറേജ് എടുക്കണ പോലെ വോളിയത്തിന്റെ മൂവിങ് ആവറേജ് എടുക്കണം. അപ്പൊ ഈ മൂവിങ് ആവറേജ് ലൈൻ ഇവിടെ വെച്ച് ക്രോസ് ചെയ്തിട്ടുണ്ടോ ഈ ദിവസങ്ങളിലൊക്കെ ഈ അപ്പ് മൂവില് എബവ് ആ വോളിയം മൂവിങ് ആവറേജിന്റെ വോളിയത്തിന്റെ മൂവിങ് ആവറേജിന്റെ എബവ് ആയിരുന്നു. അത് തന്നെ ഒരു അപ് ട്രെൻഡ് ആണ് കാണിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ വോളിയം ബാർ മാത്രമല്ല വോളിയത്തിന്റെ 20-ഡേ മൂവിങ് ആവറേജും ഒക്കെ കൊടുക്കാം. അപ്പൊ അതിനേക്കാളും കൂടുതൽ വോളിയം കൂടി സപ്പോർട്ട് ചെയ്യണം. അപ്പ് മൂവ് ആണ് അല്ലെങ്കിൽ ഡൗൺ മൂവ് ആണ്, അതുകൂടി സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ട്രേഡ് ചെയ്യാൻ കൂടുതൽ ഈസി ആയിരിക്കും. ഇതാണ് വോളിയം വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഏത് സ്റ്റോക്കിന്റെ അപ്പ് മൂവ് അല്ലെങ്കിൽ ഡൗൺ മൂവിന്റെ വോളിയം കമ്പയർ ചെയ്യണ്ടോ എന്നുള്ളത് നോക്കാം. അതാണ് അടുത്ത നമുക്ക് ഇൻഡിക്കേറ്റർ. Volume is the number of shares that have been traded within a specific period of time. Average daily trading volume എന്ന് പറയുന്നത് എല്ലാ ദിവസവും മിക്ക സ്റ്റോക്കുകളിലും ഒരു സ്പെസിഫിക് നമ്പർ ഉണ്ടാവും ട്രേഡിങ്. ഒരു ഡെയിലി എല്ലാ സ്റ്റോക്കുകളിലും ഡെയിലി ഒരു ആവറേജ് വോളിയം ഉണ്ടാവും. പക്ഷെ ചില ദിവസങ്ങളിൽ എക്സ്ട്രാ ഓർഡിനറി വോളിയം, അതിനൊപ്പം അപ്പ് മൂവ് അല്ലെങ്കിൽ ഡൗൺ മൂവ് വരും. അപ്പൊ ആ സ്റ്റോക്കിന് എന്തെങ്കിലും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ അപ്പ് മൂവ് ആയാലും ഡൗൺ മൂവ് ആയാലും സസ്റ്റെയിൻ ചെയ്യുന്നുള്ളതിന് നമുക്കൊരു കൺഫർമേഷൻ കൂടിയാണ്. അപ്പൊ അതും കൂടി എപ്പോഴും നമ്മൾ നോക്കാം. When the average trading volume increases or decreases dramatically, this is a signal that has been some news released or affected people use of the security. ടെക്നിക്കൽ അനാലിസിസ് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ന്യൂസ് വായിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാം ഇതിലുണ്ട്. ന്യൂസ് വരാൻ പോണ ന്യൂസും കഴിഞ്ഞു പോയ ന്യൂസും എല്ലാം ഇതിൽ റിഫ്ലക്ട് ചെയ്യും. When a stock's volume rises above its average daily volume, traders are alert. A spike in volume is a sign of trading opportunity. For example, if a company announced negative news decline coincide with the trading volume above its daily. Average daily volume is one of the many metrics traders use to determine the market activity. Traders are technical analysis based on the volume
വോളിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ. The volume begins to decline in an uptrend. This is the possibility that a sign of reversal. അപ്പോൾ ഒരു അപ് മൂവിന് എപ്പോഴും വോളിയം ഉണ്ടാവും. അപ് മൂവിന്റെ കറക്ഷന്റെ സമയത്ത് വോളിയം കുറവായിരിക്കും. പക്ഷെ മെയിൻ അപ് മൂവിന് എപ്പോഴും മെയിൻ മൂവ് എന്താ അപ് മൂവ് സ്മോൾ കറക്ഷൻ, പിന്നെ അപ് മൂവ് സ്മോൾ കറക്ഷൻ. അപ്പൊ ആ അപ് മൂവിന് എപ്പോഴും വോളിയം ഉണ്ടാവും. പക്ഷെ ഡൗൺ മൂവിന് വോളിയം ആക്ടിവിറ്റി കുറവായിരിക്കും. എപ്പോഴും ട്രേഡേഴ്സ് നോക്കുന്നത് ഒരു സീരീസ് ഓഫ് ഹയർ ഹൈസിന് ശേഷം ആ വോളിയം ഡിമിനിഷ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം ആ മൂവ് പിന്നെ സസ്റ്റെയിൻ ചെയ്യില്ല. അതായത് അവിടെ ഒരു പോസ് വരും, അധികം കഴിയാണ്ട് അതിന് കറക്ഷൻ ഉണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ വോളിയം നോക്കണം. അപ്പൊ നമ്മൾക്ക് ഇതൊക്കെ എഹെഡ് ഓഫ് ദ മാർക്കറ്റ് അല്ലെങ്കിൽ എഹെഡ് ഓഫ് ദ പ്രൈസിൽ ഒരു കറക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ വോളിയം RSI ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിന്റ് കിട്ടും. അറ്റ്ലീസ്റ്റ് ദിവസങ്ങളിൽ സ്റ്റേ അവേ ഫ്രം ദാറ്റ് സ്റ്റോക്ക് ഓർ സ്റ്റേ ഫ്രം ദ മാർക്കറ്റ് അക്കോർഡിംഗ്. പിന്നെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൽ മോർ നമ്പർ ഓഫ് ഷെയർസ് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിന് മോർ ലിക്വിഡ് എന്ന് പറയും. ചില സ്റ്റോക്കുകൾ 1 lakh 2 lakh ഒക്കെ ആകെ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ചില സ്റ്റോക്കുകൾ 1 crore അല്ലെങ്കിൽ 70 lakh. അങ്ങനത്തെ സ്റ്റോക്കുകൾക്ക് മാനിപ്പുലേഷൻ പോസിബിൾ അല്ല. അപ്പൊ എപ്പോഴും മോർ വോളിയം ഉള്ള സ്റ്റോക്കുകൾ അവിടെ നമ്പർ നോക്കിയാൽ നമുക്കറിയാം. വോളിയത്തിന്റെ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഈ നമ്പർ നമുക്ക് നോക്കിയാൽ ഇത് കിട്ടും. അപ്പോ അത് വെച്ചിട്ട് വോളിയം ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യണം. കാരണം ലിക്വിഡിറ്റി ഇല്ലാത്ത സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്നത് അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് എന്നൊക്കെ വരുന്നതിന്റെ ഒരു കാരണം. പിന്നെ കുറച്ച് ഇൻസൈഡർ ട്രേഡിങ് അതിലൊക്കെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വോളിയം ഉള്ള സ്റ്റോക്കുകളിൽ ഒരിക്കലും മാനിപ്പുലേഷന് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റോക്ക് ട്രേഡിംഗ് ഓൺ ലോ വോളിയം മെനി ട്രേഡേഴ്സ് ഇൻവോൾവ് ഇൻ സ്റ്റോക്ക്. അപ്പൊ മോർ വോളിയം ഉണ്ടെങ്കിൽ മോർ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ അപ്പൊ ലോ വോളിയം സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യാം. അല്ലെങ്കിൽ ചെയ്തോ, പക്ഷെ പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക. വളരെ കെയർഫുൾ ആവാല. ചില സ്റ്റോക്കുകൾ നമുക്ക് നല്ല മൂവ്മെന്റ് ഉണ്ടാവും, പക്ഷെ വോളിയം കുറവായിരിക്കും. അതൊക്കെ ഒരു ട്രേഡേഴ്സ് പ്ലേ ചെയ്യുന്ന ചില സ്റ്റോക്കുകളാണ്. അപ്പൊ അത് നോക്കിയിട്ട് അലർട്ടായിട്ട് ചെയ്യാം. പെട്ടെന്ന് എക്സിറ്റ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് ഇടുക, അങ്ങനത്തെ. പിന്നെ നമ്മൾ പറഞ്ഞ കേസുകളാണ് എക്സ്പാൻഷൻ ഓഫ് റേഞ്ച് ആൻഡ് ഹൈ വോളിയം. അതായത് ഒരു എക്സ്പാൻഷൻ ഓഫ് റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ റെക്ടാങ്കിൾ ഇല്ലേ, റെക്ടാങ്കിളിന്റെ അപ്പർ ബൗണ്ടറി അല്ലെങ്കിൽ ലോവർ ബൗണ്ടറി ബ്രേക്ക് ചെയ്യുമ്പോൾ അതാണ് ഒരു എക്സ്പാൻഷൻ ഓഫ് റേഞ്ച്. റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും റെക്ടാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ആ റെക്ടാങ്കിള് ബ്രേക്കപ്പ് ഓർ ബ്രേക്ക് വിത്ത് വോളിയം ആണെങ്കിൽ അത് ഒരു അപ്സൈഡ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് കിടക്കുന്നു. If a stock is drifting along sideways in a narrow range and all of a sudden it breaks to the upside with an increasing volume, you can conclude that increased interest. അല്ലെങ്കിൽ ഡൗൺ സൈഡ് വിത്ത് ഇൻക്രീസിംഗ് വോളിയം. അപ്സൈഡ് അപ്പൊ റെക്ടാങ്കിളിന്റെ കേസിൽ അപ്സൈഡ് ആവാം, ഡൗൺ സൈഡ് ആവാം. അല്ലെങ്കിൽ എല്ലാ പാറ്റേൺസുകൾ അത് അപ്പൊ സിമെട്രിക് ട്രയാങ്കിൾ എല്ലാത്ത പാറ്റേണുകളുടെ ഒക്കെ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഇതൊക്കെ വോളിയം നോക്കിയിട്ട് ചെയ്യണം. പിന്നെ നാരോ റേഞ്ച് ആൻഡ് ഹൈ വോളിയം. If a stock has very high volume for today, but the range is narrow, this is called shedding. In this case, significant accumulation or distribution. Accumulation സ്റ്റോക്ക് നമ്മൾ വാങ്ങി നമ്മളുടെ ഇതിൽ സ്റ്റോർ ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് വരും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രോങ് അപ്പ് മൂവിന് ശേഷം ഒരു റേഞ്ച് ഫോം ചെയ്യും. അതേസമയം അവിടെ ഒരു വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിന്റെ അർത്ഥം ഇപ്പൊ വേണമെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ചെയ്യാന്നുള്ളതിന്റെ ഒരു ഹിന്റ്. കാരണം നല്ലൊരു സ്ട്രോങ് അപ്പ് മൂവിന് ശേഷമാണ് റേഞ്ച് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ബ്രേക്കപ്പിനേക്കാളും ചാൻസ് കൂടുതൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കും മിക്കവാറും. കാരണം എന്താകും നല്ലൊരു സ്ട്രോങ് അപ്പ് മൂവ്. അപ്പൊ ഇതൊരു ആളുകൾക്ക് ആ ഒരു കൺഫ്യൂഷൻ പീരീഡ് ആണ്. അപ്പൊ എന്തുവേണമെങ്കിൽ സംഭവിക്കുന്നത് സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യും, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റീവ് ടൂൾസ് ഉപയോഗിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു റേഞ്ച് ഒരു അപ്സൈഡോ അല്ലെങ്കിൽ ഡൗൺ സൈഡിന് ശേഷം റേഞ്ച് വരുന്നു, അവിടെ നന്നായിട്ട് വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിനർത്ഥം ഒരു അക്യൂമുലേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ. Stock traders are look out for
frequencies in the stock market to take a profit. Besides price, traders are also use volume as way to stock either up or down. A share price increase by itself doesn't necessarily mean the stock will continue to rise. ഒരു ഷെയർ പ്രൈസ് ഹയർ ഹൈസ് ഫോം ചെയ്യണ്ട, പക്ഷെ നമ്മൾ വോളിയം അതിനെ സപ്പോർട്ട് ചെയ്യണ്ടേ. വോളിയം ഒരു ലോവർ ഹൈസ് ആവും, അതായത് അതിനർത്ഥം അവിടെ ഡിമിനിഷിങ് ദ സ്ട്രെങ്ത്. അപ്പൊ എനി ടൈം ഒരു സെല്ലിങ് വരും. അപ്പൊ നമ്മൾ ഹയർ ഹൈസ് ഫോം ചെയ്യേണ്ട, സ്റ്റോക്ക് ഈസ് മേക്കിംഗ് ഹയർ ഹൈസ് ആൻഡ് സ്റ്റോക്ക് വളരെ ഷൂട്ടപ്പ് ചെയ്ത് പോകണ്ടെങ്കിലും, പക്ഷെ ആ വോളിയം അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യില്ല, ഇപ്പൊ വേണമെങ്കിൽ പോകും. Rising stock price coupled with high volume is a strong indication of rising share price. But as more traders not increasing share price, more bids come to buy the stock, which increases the demand. But demand കൂടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി വോളിയം കൂടും. പക്ഷെ സ്റ്റോക്ക് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഡിമിനിഷ് ചെയ്യണമെങ്കിൽ വോളിയം കുറയും. അപ്പൊ അത് എപ്പോഴാണെങ്കിൽ സെല്ലിങ് വരും. അപ്പൊ അത് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ. Low volume stocks trading infrequently are said to be less liquidity. Stock traders between buyers and the sellers. ഇതൊക്കെ ഞാൻ നോട്ടുകൾ നിങ്ങൾ വായിച്ചു നോക്കി. Volume during an existing trend, already existing. അതായത് നമ്മളൊരു ഡൗൺ മൂവ് അല്ലെങ്കിൽ വലിയൊരു അപ്പ് മൂവിന് ശേഷം വീണ്ടും അത് നല്ലൊരു ഡൗൺ മൂവിന് ശേഷം വീണ്ടും ഇവിടേക്ക് കണ്ടോ, ഇവിടെ ലോവർ ലോസ് ഫോം ചെയ്യണം. സ്റ്റോക്ക് വീണ്ടും ലോവർ ലോസ് ഫോം, അതേസമയം വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മിക്കവാറും ഒരു ട്രെൻഡ് ചേഞ്ച്. അപ്പൊ ഓൾറെഡി നമ്മൾ ചില സമയത്ത് ഒരു ഭയങ്കര ലോ പോയിട്ടും പിന്നെയും വീണ്ടും സ്റ്റോക്ക് വീണ്ടും ന്യൂ ലോ വയ്ക്കുമ്പോൾ നമ്മൾ ഇതിന് ഇത്രയും ലോ പോകേണ്ട ഒരു കാര്യമില്ലല്ലോ നമ്മൾ മനസ്സിൽ ചിന്തിക്കും ചില സമയത്ത്. അല്ലെങ്കിൽ ട്രെൻഡ് ഭയങ്കരമായിട്ട് ഡൗൺ ആകുമ്പോൾ ഒരു പോസിറ്റീവ് ന്യൂസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും, ആ സമയത്ത് വീണ്ടും സ്റ്റോക്ക് താഴും. അപ്പൊ നമ്മൾക്ക് അതൊരു മിസ്മാച്ച് പോലെ തോന്നും. ആ സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് മിക്കവാറും സ്റ്റോക്ക് അക്യൂമുലേറ്റ് ചെയ്യണ്ട. അപ്പൊ അതാ ട്രെൻഡ് റിവേഴ്സൽ എന്താണ്. അതാണ് പറഞ്ഞത്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ട്രെൻഡിന്റെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സ്ട്രാordinary വോളിയം വരാണെങ്കിൽ അതിനർത്ഥം അത് ട്രെൻഡ് റിവേഴ്സൽ ആണ്, അക്യുമുലേഷൻ ഓർ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഇതൊരു എക്സിസ്റ്റിംഗ് അപ് ട്രെൻഡിന് ശേഷമാണ് ഈ വോളിയം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതൊരു ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് ഭയങ്കര സ്ട്രോങ് ഡൗണിന് ശേഷം ഒരു ലോങ് ബാർ വരും, ഒരു എക്സ്ട്രാordinary വോളിയം 5 times അങ്ങനെയൊക്കെ വരും. ആ സമയത്ത് നമ്മൾ വിചാരിക്കും ഇനിയും ഇത് നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് കാര്യം നമ്മള് പാനിക് ആയിട്ട് നമ്മളത് ഡെസ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യും. ആ സമയത്ത് എന്താ ഉണ്ടാവുന്നത്, സ്റ്റോക്സ് ആർ മൂവിങ് ഫ്രം വീക്ക് ഹാൻഡ്സ് ടു സ്ട്രോങ് ഹാൻഡ്സ്. ഇത് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിയണ ആൾക്കാർ ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അവരത് വേഗം പഠിച്ചു. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ സ്റ്റോക്ക് ഈസ് മൂവിങ് ഫ്രം വീക്കർ ഹാൻഡ്സ് ടു സ്ട്രോങ്ങർ ഹാൻഡ്സ്. പീക്കില് നേരെ ഓപ്പോസിറ്റും. പീക്കിലും ഇതുപോലെ തന്നെ ആ ഒരു ഇവിടെ എത്തുമ്പോ ഭയങ്കര വോളിയാവുമ്പോ നമ്മള് എന്ത് വിചാരിക്കും, വേഗം പോയി വാങ്ങും. വീണ്ടും അപ്പൊ ഭയങ്കരമായിട്ട് പ്രൊപ്പഗാൻഡ ആവും, സ്റ്റോക്കിന്റെ ഇത്ര ഭയങ്കര ഇനിമിനി എന്ന് പറഞ്ഞത്. ആ സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് അപ്സൈഡ് പോയ സമയത്ത് നമ്മള് സെല് ചെയ്യും. അപ്പൊ സ്റ്റോക്സ് ആർ മൂവിങ് ഫ്രം സ്ട്രോങ്ങർ ഹാൻഡ്സ് ടു വീക്കർ ഹാൻഡ്സ്. അപ്പൊ നമ്മളാ ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചത് ഒരു എൻഡ് ഓഫ് ദ റാലിയാണ്. പക്ഷെ ആ സമയത്താണ് ന്യൂസ് പേപ്പറിലും മറ്റുള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ന്യൂസ് വരാം. അതൊരു എന്താ പറയാ ബബിള് പോലെ എന്തോ ആവും. ആ സമയത്ത് എന്ത് ചെയ്യും, സ്റ്റോക്സ് ആർ മൂവിങ് ഫ്രം സ്ട്രോങ്ങർ ഹാൻഡ്സ് ടു വീക്കർ. അതായത് ആൾക്കാർ സെല് ചെയ്യണം, അത് നല്ല പ്രോഫിറ്റിൽ സെല് ചെയ്യുമ്പോൾ നമ്മൾ വീക്കായിട്ടുള്ള ആൾക്കാർ പോയി വെക്കും. ഇവിടെ എന്തുണ്ടാവും, വീക്കർ. അപ്പൊ എന്നിട്ട് അവരത് ഹോൾഡ് ചെയ്ത് ഇപ്പൊ ഈ പീക്കില് വീക്കർ ഹാൻഡ്സിന്റെ കിട്ടി, അവർ ഹോൾഡ് ചെയ്ത് ഒരു സ്റ്റേജിലേക്ക് വരണ്ട. അപ്പൊ അവര് വീണ്ടും എക്സിറ്റ് ചെയ്യുമ്പോ നേരത്തെ ഉണ്ടായിരുന്ന സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാർ വന്ന് വീണ്ടും വായിച്ചു. ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. Volume spike during an already existing trend signifies end of the trend. പിന്നെ ഡിസഗ്രിമെന്റ് നമ്മൾ പറഞ്ഞ ഡൈവർജൻസ്. ആ ഡൈവർജൻസ് അതായത്
ടെക്നിക്കൽ അനാലിസിസ് 13 എന്നുള്ള ടോപ്പിക് 13 എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ ഡൈവർജൻസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതായത് ഡിസഗ്രി, പ്രൈസ് ഈസ് മേക്കിംഗ് ഹയർ ഹൈസ്, എന്താ പ്രൈസ് ഹയർ ഹൈസ് അല്ലെങ്കിൽ ഹയർ ലോസ് വരുന്നു, പക്ഷെ വോളിയം ഈസ് മേക്കിംഗ് ലോവർ ഹൈസ്. അതാണ് ഡിസഗ്രി. ആ ഡിസഗ്രിമെന്റ് വരുന്നതാണ്, അതിനാണ് പറയുന്നത് ഡൈവേർജൻസ്. അപ്പൊ വോളിയം സപ്പോർട്ട് ചെയ്യില്ല, പ്രൈസ് അപ്പ് മൂവ് ആണെങ്കിൽ വോളിയം സപ്പോർട്ട് ചെയ്യണില്ല. അപ്പൊ അത് വരുമ്പോൾ തന്നെ അത് സെല്ലിങ്. ഡൗൺ സൈഡിലായാലും ഓപ്പോസിറ്റ്. വോളിയം ഉണ്ട്, വോളിയം സ്റ്റോക്ക് അപ്പ് മൂവിലാണ്, ഹയർ ഹൈസ് ആണ് വോളിയം. ഇതുപോലെ തന്നെ വേറൊരു ഇൻഡിക്കേറ്റർ ആണ് PVT എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് നിങ്ങൾക്ക് മെസ്സേജ് എടുത്ത പോലെ PVT എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ PVTയുടെ പെർസെൻറ്റേജും അതിന്റെ കാൽക്കുലേഷൻ ആണ്. അപ്പൊ അതെങ്ങനെയാ നോക്കണ്ടേന്നുള്ള ഒരു ഇതാണ്. അതിലും ഡൈവർജൻസും ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യാം. Normal reaction between price and volume is expansion of volume on rallies and contraction of volume on declines. Uptrend up move റാലിയിൽ വോളിയം കൂടുതലും കോൺട്രാക്ഷൻ, അതായത് ചെറിയ കറക്ഷൻ വരുമ്പോൾ വോളിയം കുറവായിരിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഹാപ്പൻസ്, അത് വോളിയം അത് അപ് ട്രെൻഡ്. അപ്പൊ ആ സമയം ഒരു സീരീസ് ഓഫ് അപ് ട്രെൻഡിന് ശേഷം ആ റാലിയിൽ വോളിയം കുറയണമെങ്കിൽ അതിനർത്ഥം ഇപ്പൊ ബെയർ മാർക്കറ്റിൽ ഡിക്ലൈൻ, അത് ഹൈ വോളിയം, റാലീസിൽ ലെസ് വോളിയം ആയിരിക്കും. അപ്പൊ പ്രൈമറി ട്രെൻഡിലാണ് എപ്പോഴും നോർമലി വോളിയം കൂടുതൽ. അത് നമ്മളവിടെ തിയറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നോക്കാം. അപ്പൊ അത് ജസ്റ്റ് അപ്പൊ സീരീസ് ഓഫ് ഹയർ ഹൈസിന് ശേഷം ആ മെയിൻ അപ്പ് മൂവിൽ തന്നെ വോളിയം കുറയണമെങ്കിൽ അതിനർത്ഥം അത് ട്രെൻഡ് ഈസ് റിവേഴ്സ്. ഇതൊക്കെ കണ്ടോ, ഇത് എക്സ്ട്രീംലി ഹെവി വോളിയം ആഫ്റ്റർ ഡിക്ലൈൻ, പോസിറ്റീവ് സൈൻ. വേണ്ട, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്, വോളിയം ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ പാറ്റേണുകൾ. കണ്ടോ, ഇതാണ് ഒരു അപ്പ് മൂവില് വോളിയം, ഡൗൺ മൂവില് വോളിയം. സാധാരണ കേസില് നോർമൽ അപ്പ് മൂവില്, അപ്പ് ട്രെൻഡില് അപ്പ് മൂവില് വോളിയം കൂടുതൽ, ഡൗൺ മൂവില് വോളിയം കുറവായി. ഇവിടെ നേരെ മറിച്ച്. ഇതൊരു പരാബോളിക് സ്പൈക്ക്, ബ്ലോ ഓഫ് പോലെയാണ്. അത് കഴിഞ്ഞിട്ട് പരാബോളിക്, അതായത് ഒരു സ്റ്റോക്ക് ഭയങ്കരമായിട്ട് അപ്പ് മൂവ് കഴിഞ്ഞിട്ട് ഒരു, ഞാൻ പറഞ്ഞ എൻഡ് ഓഫ് ദ ട്രെൻഡിലും ഭയങ്കര വോളിയം കൂടുന്നു. അതിനർത്ഥം ആ ട്രെൻഡ് കഴിയാറായി.